എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്ന് നവറോസ് ഹോളിഡേ ആണ്. ഉസ്ബെക്കിസ്ഥാനിലെ എല്ലായിടത്തും ന്യൂ ഡേ, അറൈവൽ ഓഫ് സ്പ്രിംഗ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കെല്ലാം ഹോളിഡേ ആണ്. അപ്പം ഞാനും മഹ്ലിയ മാമും സെവാരയും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് അസാക്കയിലുള്ള പാർക്കിലേക്കായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ ഒന്നൊന്നായി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർക്കിനുള്ളിൽ കയറിയപ്പോൾ തന്നെ കണ്ടത് ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ ട്രഡീഷണൽ ഡാൻസിന് താളം പിടിക്കുന്ന കുറച്ച് ചേച്ചിമാരെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു. കാരണം എനിക്കതൊരു പുതിയ കാഴ്ച ആയതുകൊണ്ട് തന്നെ മാം പറഞ്ഞു നമുക്കതൊന്ന് കാണാം കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് ആദ്യത്തെ വീഡിയോ എടുത്തു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കൊച്ചുകുട്ടികൾ ഇതുപോലെ തന്നെ ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടു. അവിടെ നിന്നും കുറച്ച് നേരം അവരുടെ വീഡിയോയും എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഒരുപോലെ രണ്ടുപേരും കൂടി നിന്ന് കളിക്കുന്നത് കാണാനായിട്ട്. എല്ലായിടത്തും തന്നെ പൂക്കൾ കൊണ്ടുള്ള ഡെക്കറേഷനായിരുന്നു. ഇതും കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കൂട്ടത്തിലുള്ളതല്ലെന്ന്. അവരെന്നെ കൂടെ വിളിച്ചു. അവരുടെ ട്രഡീഷണൽ സോങ്ങിന് താളം വെക്കാനാണ് എന്നെ വിളിച്ചത്. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം ഡാൻസ് കളിച്ചു. അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. മഹിളാ മാമാണെങ്കിൽ അപ്പം തന്നെ ഫോൺ എടുത്ത് വീഡിയോയിൽ പിടിക്കുകയും ചെയ്തു. എന്നെ കണ്ടപ്പോൾ കുറച്ച് പേരെ കൂടി വരാൻ തുടങ്ങി. കാരണം നമ്മുടെ സ്കിൻ കളർ അവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കാണ്. പക്ഷേ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ഒരു വെൽക്കമിങ് സന്തോഷം തന്നെയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം നമ്മളൊരു അന്യനാട്ടിൽ ചെന്നിട്ട് അങ്ങനെ നമ്മൾക്കൊരു വെൽക്കം കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ. പിന്നീട് ഞാൻ അവർക്ക് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഡാൻസ് ഇവരുടേതായിരുന്നു. ഇവർ മെയിൻ സ്റ്റേജിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും ഓരോരോ സൈഡിലായിരുന്നു. പക്ഷേ ഇത് മെയിൻ സ്റ്റേജിൽ സെൻട്രൽ പോർഷനിൽ തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലേഡീസ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് ഓരോ ആൾക്കാർ ഓരോരോ ഗ്രൂപ്പ് വൈസ് വെച്ച് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാനിതെടുത്തു. അതിനുശേഷം വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴാണ് മാം പറയണത് നമുക്ക് ജയൻറ്റ് വീലിൽ കയറണമെന്ന്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, നാട്ടിലായിരുന്നപ്പോൾ പോലും എന്ന്. മാം പറഞ്ഞു പറ്റില്ല, ഇവിടെ വെച്ച് നമുക്ക് കയറിയേ പറ്റുമെന്ന്. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ആദ്യമേ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് പുറത്ത് കേൾക്കുന്ന രീതിയിൽ തന്നെ പടപട അടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ 10,000 സോംസ് കൊടുത്തു ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത്. അങ്ങനെ ഞങ്ങൾ 3 പേരും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂവിൽ വന്ന് നിന്നു. അവിടെ സ്റ്റോപ്പ് ആവത്തില്ല. ഇതിങ്ങനെ സ്ലോ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചടിക്കയറണം. അതുപോലെ തന്നെയാണ് ഇറങ്ങുകയും വേണ്ടത്. അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നതും കയറുന്നതും ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം അടുത്ത ഞാനാണല്ലോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ അമ്മേ ഒന്നും പറയണ്ട. ഞങ്ങൾ ആദ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ ആ പൊക്കത്ത് ചെന്നിട്ടുള്ള ഒരു കാഴ്ച എൻ്റെ അമ്മേ അടിപൊളി. അസാക്കയിലുള്ള പകുതി സ്ഥലവും നമുക്ക് കാണാമായിരുന്നു. അത്ര ഉയരത്തിൽ തന്നെ ഇത് പോകുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അതിൽ കയറിയത് പോലും ശ്രദ്ധിച്ചില്ല. കാരണം ആ ചുറ്റുമുള്ള വ്യൂസായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും. 2 സൈഡിലും ഒരു സൈഡിൽ പാർക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണമല്ലോ. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നീട് ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള വ്യൂസ് എല്ലാം മാക്സിമം കിട്ടുന്ന അത്രയും രീതിയിൽ തന്നെ എടുത്ത്. അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അസാക്ക. പാർക്കിന് ചുറ്റുമുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ഉസ്ബെക്കിസ്ഥാനാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജയൻറ്റ് വീല് പതുക്കെ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തോട്ട് വന്നത് കണ്ടപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പൊക്കത്ത് പോയി പറഞ്ഞിരുന്നില്ല. താഴത്തോട്ട് വന്നപ്പോൾ ഇച്ചിരി ഇങ്ങനെ കുടുങ്ങിയൊക്കെയാണ് വന്നത്. എങ്കിലും അതെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കയറുന്നത്. പക്ഷേ അത് എൻജോയ് ചെയ്ത് തന്നെ പോന്നു. താങ്ക്സ് ടു സെവാര ആൻഡ് മഹ്ലിയ മാം ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തന്നതിന്.
അങ്ങനെ ഞങ്ങൾ ജയൻറ്റ് വെയിലിൽ നിന്ന് ഇറങ്ങി പാർക്കിന് ചുറ്റും നടന്നു. എല്ലാം കണ്ടിട്ട് വേണമല്ലോ പോകാനായിട്ട്. മാം ഓരോ റൈഡ് എത്തുമ്പോഴും കയറിക്കോട്ടെ, കയറണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പേടിയാണ്, ഇത് തന്നെ ധാരാളം എന്ന്. കുട്ടികളുടെ ഏരിയ അടിപൊളിയായിരുന്നു. അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് റൈഡ് അവർക്ക് വേണ്ടി തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കുട്ടുവിന് ഏറ്റവും ഇഷ്ടമുള്ള റൈഡാണല്ലോ എന്ന്. പിന്നെ ഇതും കണ്ട് ഞങ്ങൾ പോയത് അടുത്ത ഏരിയയിലേക്കായിരുന്നു. അവിടെയും ഡെക്കറേഷനും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ വീണ്ടും മെയിൻ സ്റ്റേജിലാണ് എത്തിയത്. മെയിൻ സ്റ്റേജിൽ ചേട്ടനൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതും കൂടി ഉൾപ്പെടുത്താമെന്ന്. ട്രഡീഷണൽ ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഒരു പുലാവിൻ്റെ ഒരു വെറൈറ്റി ഡിഷസ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, ഒരു കോമ്പറ്റീഷൻ പോലെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഞാനും കൂടി ഒന്ന് ഇളക്കട്ടെ എന്ന്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ എല്ലാവരും നമസ്തയൊക്കെ പറഞ്ഞു. ഞാനും തിരിച്ച് വിഷ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കുറച്ച് വില്ലന്മാർ കരാട്ടെ ആണെന്ന് തോന്നുന്നു. ഏതൊക്കെയോ ഒരു മാർഷൽ ആർട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്ററിൻ്റെ വീഡിയോ എടുത്ത് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിലെ കുറച്ച് ടീച്ചർമാരും അവിടുത്തെ ലീഡിങ് ടീച്ചേഴ്സും സൂപ്പർവൈസേഴ്സും നിൽക്കുന്നു. അവരും എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഞാനും അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം അവിടെ ഏതോ ഒരു പാട്ടിനൊത്ത് നമ്മുടെ രീതിയിൽ കുറച്ച് സ്റ്റെപ്പ് ഇട്ടു. പിന്നെ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. അതിനുശേഷം ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സ്നാക്സ് കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിവിടുത്തെ ട്രഡീഷണൽ ഒരു സ്നാക്സാണ്. ഓൾമോസ്റ്റ് സമൂസ, പുലാവ്, ഡിഫറെൻറ്റ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അവരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നത്. അതിവിടുത്തെ നമ്മുടെ ബണ്ണാണ്. വലിയ ഓട്ടത്തിൽ വലിയ പല വെറൈറ്റി വലുപ്പത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം എല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ നാട്ടിലെ പഞ്ഞി മിഠായി. അപ്പം മാം പറഞ്ഞു വാങ്ങിച്ചു തരാമെന്ന്. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും മാം പറഞ്ഞു പറ്റില്ല, നമുക്ക് വാങ്ങിക്കാമെന്ന്. അങ്ങനെ മാം എനിക്കൊരു ചെറിയ ഒരു കുഞ്ഞു പഞ്ഞി മിഠായി വാങ്ങിച്ചു തന്നു. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ പാർക്കിൽ നിന്നിറങ്ങി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാം, കണ്ടോ? അത് തന്നെ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് ഓർഡർ ചെയ്തു. വെറൈറ്റി ഓഫ് ഡിഷാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. ഞാൻ കേക്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവരുടെ മെനു കണ്ട് ആരും ഞെട്ടണ്ട, സോംസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. മാം ഓർഡർ ചെയ്തത് ബീഫിൻ്റെ എന്തോ ആയിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. സവാല ഓർഡർ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസും കട്ട്ലറ്റും ആയിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ വേഗം കഴിച്ചു. കോക്കും കുടിച്ച് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അതെ, അടുത്ത ഡെസ്റ്റിനേഷൻ ഫാഷൻ സ്റ്റോർ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് തരുമോ എന്ന്. നമുക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ അങ്ങ് പോസ് ചെയ്ത് കൊടുത്തു. തിരിച്ചു വരുന്ന വഴി അവരെനിക്കൊരു ഐസ്ക്രീം ഓഫർ ചെയ്തു. അങ്ങനെയെങ്കിൽ പോരട്ടെ എന്ന് ഞാനും കരുതി. ഐസ്ക്രീം ഓർഡർ ചെയ്തത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പതുക്കെ അതും അങ്ങ് വീഡിയോയിലെടുത്തു. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ചുറ്റിയാണ് പുള്ളിക്കാരൻ അതൊക്കെ ചെയ്ത് തന്നത്. എന്തുവാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞു. ഞാൻ ചോക്ലേറ്റാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് 3 പേരും കൂടി കഴിച്ച് വഴിനീളെ കഴിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഞാനിതാ എൻ്റെ ഫ്ലാറ്റിന് മുന്നിലെത്തി. അതെ, എൻ്റെ അക്ബർ ഹൗസിന് മുന്നിലെത്തി. എൻ്റെ അക്ബർ ഹൗസിന് ചുറ്റും ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഏരിയയും ഒരു കുഞ്ഞ് അരുവിയും ഒക്കെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഗവൺമെൻറ് ഓഫീസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കളക്ട്രേറ്റ് പോലെ എന്തോ ആണ്. കാരണം അവർ ഗവൺമെൻറ് ഓഫീസ് എന്നാണ് പറഞ്ഞത്. ആ കാണുന്നത് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞരുവി. ഈ അരുവി കടന്ന് വേണം എൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട്.
അങ്ങനെ ഇന്നത്തെ യാത്രയോട് ബൈ പറഞ്ഞ് നല്ലൊരു ദിവസം തന്ന ദൈവത്തിനും കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറുവാണ്. ബൈ.